വെൽക്കം ടു സാറാസ് കലിനറി എസ്കേപ്സ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു മുട്ടത്തോരനാണ്. മുട്ടത്തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്, എല്ലാവർക്കും അറിയാം. എന്നാൽ എൻ്റെ രീതി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് നമുക്കിവിടെ നോക്കാം. ഞാൻ 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. 3 മുട്ടയ്ക്ക് 3 സബോള, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പുപൊടി. 1/2 ടീസ്പൂൺ ഇച്ചിരി കുറവാണ് വേണ്ടത്. ഇനി നമുക്ക് ഉള്ളി അരിയാം. ഉള്ളി ഞാൻ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വരും. നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്യാം. തവ നന്നായി ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എണ്ണ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കാം, സൺഫ്ലവർ ഉപയോഗിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിക്കോട്ടെ. എണ്ണ നമ്മുടെ ചൂടായിട്ടുണ്ട്. നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഈ സബോളയിലാണ് കുറച്ച് വെള്ളമയം ഉണ്ടാവും. ആ വെള്ളമയം അവസാനിക്കുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് സബോള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് എന്തോ പറയും, നമ്മൾ മയങ്ങുക എന്ന് പറയും. സബോള ഒന്ന് മയങ്ങുക എന്ന് പറയും. അത് മയങ്ങുന്ന ആ സമയത്താണ് നമ്മളിനിയും മുളക് പൊടി ഇടുന്നത്. അതുവരെ ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. ഓക്കെ, വെള്ളാംശം നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. ഉള്ളിയുടെ വെള്ളാംശം കുറച്ച് ഇതാവുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ ആ സവോളയോട് മുളക് പൊടി ഒന്ന് ചേരുന്നത് കൊണ്ട് വരാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതായത് മുളക് പൊടി മൂക്കൊന്നും വേണ്ട, നമ്മുടെ ആ സവോളയോടൊന്ന് ചേരണം, അത്ര തന്നെ. സവോളയോട് ചേർന്നു. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ച്
ഒട്ടിച്ചു കൊടുക്കും. മുട്ട ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കൈ എടുക്കാതെ അതിങ്ങനെ പൊട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ കട്ട കെട്ടിയിട്ട് കിടക്കും. ഞാൻ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു. ഞാനിവിടെ നാടൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നാടൻ മുട്ട വേണമെന്നൊന്നുമില്ല, നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന മുട്ടയും നമുക്ക് ഉപയോഗിക്കാം. എനിക്ക് എൻ്റെ വീട്ടിൽ മുട്ട ഉള്ളതുകൊണ്ട് നാടൻ മുട്ട എടുത്തേക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ നാടൻ മുട്ട നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ ഇനി ഇതിങ്ങനെ വേഗം ഇളക്കി കൊടുക്കണം. അത് കട്ട കെട്ടാൻ പാടില്ല. കട്ട കെട്ടിയാൽ നമ്മളിങ്ങനെ കുത്തി അത് ഇളക്കി കൊടുക്കണം. ഈ സമയം നല്ല ചൂട് ആവശ്യമാണ്. ഇച്ചിരി ഇത് നമുക്ക് സ്പീഡ് കുറവാണെങ്കിൽ തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. ഇങ്ങനെ ഈ കട്ട കെട്ടുന്ന ഇങ്ങനെ നാട്ടിൽ നമ്മൾ പറയും കുത്തിപ്പൊരി എന്ന് പറയും നാട്ടിൽ. അതേപോലെ കുത്തി കൊടുത്ത് ഈ ചെറിയ കട്ടയായിട്ട് കിടക്കുന്നതൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം. ഓർക്കണം, നമ്മൾ തീ ഇപ്പോൾ കുറച്ച് വെച്ചതാണ്. ഇത് നമ്മൾ സൺഫ്ലവർ ഓയിലാണല്ലോ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ആവശ്യമുള്ളവർക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഉണ്ടാവും. വെളിച്ചെണ്ണയ്ക്ക് ഇഷ്ടമുള്ളവർ, വെളിച്ചെണ്ണ കഴിക്കണമെന്ന് താല്പര്യമുള്ളവർ ഈ സമയത്ത് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് വെളിച്ചെണ്ണയുടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇച്ചിരി തീ കൂട്ടി വെക്കാം. ഇതിപ്പോൾ ഒരുവിധം ആയില്ല. ഇനി നമുക്ക് ഇച്ചിരി തീ കൂട്ടി വെക്കാം. ഇനിയും ഈ സമയം നിങ്ങൾക്ക് ഉപ്പുണ്ടോ, ഉപ്പെല്ലാം കൂടുതലാണോ കുറവാണോ എന്ന് നോക്കാം. എന്നെ സംബന്ധിച്ചോളം എൻ്റെ കണക്ക് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കാം. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഉപ്പിടുന്നത് കറക്റ്റായിരിക്കും, കൂടാറില്ല. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. ഉപ്പും എരിവും എല്ലാം പാകമാണ്. അധികം മൊരിയാൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഈ പരുവത്തിന് എടുക്കാമേ. പക്ഷേ ഇച്ചിരി കൂടെ മൊരിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഇച്ചിരി കൂടെ കൂടുന്നത്. ഇച്ചിരി കൂടെ മൊരിഞ്ഞാൽ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ അത് നല്ല ടേസ്റ്റാണ്. കൈ ഇളക്കാതെ ഇളക്കണമെന്നൊന്നുമില്ല കേട്ടോ. കുറച്ചൊന്നും ഇത് ചെയ്യാം. ഞാൻ ഇങ്ങനെ ശീലിച്ചത് കാരണം അങ്ങനെ ചെയ്യുന്നതാണ്. കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ തീ ഒന്ന് ഇച്ചിരി കുറച്ച് വെച്ചിട്ട് ഒന്ന് കൈ ഇതെടുക്കുകയൊക്കെ ചെയ്യാം. ഞാനത് ശീലിച്ചത് കാരണം എനിക്ക് ബുദ്ധിമുട്ടില്ല. കണ്ടോ, നമുക്കധികം എണ്ണയൊന്നും ആയിട്ടില്ല. ഒരുപാട് എണ്ണയായാൽ ഈ സാധനം അങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണ അധികമാവരുത്. അപ്പം 3 മുട്ടയ്ക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ആണ് എണ്ണ ചേർത്തേക്കുന്നത്. ഇനിയിപ്പം 4 മുട്ടയോ 5 മുട്ടയാണെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ആവശ്യമുള്ളൂ, ഒരുപാട് ചേർക്കരുത്. മുട്ട കുഴഞ്ഞു പോകും. നല്ല നമ്മുടെ മുരിഞ്ഞ് കിട്ടണമെങ്കിൽ അധികം എണ്ണയാകാൻ പാടില്ല. എൻ്റെ മോൾക്കാണെങ്കിൽ നല്ലതായിട്ട് മൊരിയണം.
അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മൊരിയുന്ന താല്പര്യം ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഒരുപാട് മൊരിയുന്ന ഇഷ്ടമല്ലെങ്കിൽ ഈ പരുവത്തിൽ നിങ്ങൾക്ക് വാങ്ങാം. ഒരുവിധം ആയിട്ടുണ്ട്. നിങ്ങൾ ശബ്ദം ശ്രദ്ധിച്ചറിയാം, ഇങ്ങനെ മുരിഞ്ഞ് പൊട്ടുന്ന ഒരു ശബ്ദം വരുന്നുണ്ട്. ആ സമയമാകുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഓക്കെ, കണ്ടോ, മുരിഞ്ഞ് പൊട്ടുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, അതാണ്. ആ ശബ്ദത്തിൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൻ്റെ കൊടുത്തു വിടാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും പറ്റിയ സ്വാദിഷ്ടമായ വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് സഹായിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു.